നമസ്കാരം. അറസ്റ്റിൽ വീണയും കർത്തയും. പിണറായിയുടെ നീക്കം നിരീക്ഷിച്ച ഇഡി കരിമണൽ കർത്തയെയും വീണയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തു. പിണറായിയുടെ മകളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്നു. പിണറായി നിയമ ചർച്ചകൾ തുടരുന്ന സാഹചര്യം. 50 ലക്ഷത്തിന്റെ വായ്പയിലും കള്ളപ്പണ നിഴൽ, സർവത്ര കള്ളം, സകലതും വ്യാജം. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്തു. അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ തന്നെ വീണയ്ക്ക് നേരിട്ട് ഹാജരാകാൻ സമൻസ് നൽകും. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെയും വീണയുടെയും വസതികൾ ഉൾപ്പെടെ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ബാങ്ക് രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും വിശദമായിട്ടുള്ള വിശകലനം പൂർത്തിയായ ശേഷമായിരിക്കും പുതിയ ചോദ്യം ചെയ്യൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കർശന വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസായതിനാൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കും. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കേസിലെ പ്രധാന കണ്ണിയായിട്ടുള്ള വീണയ്ക്കൊപ്പം CMRL കമ്പനി MD SN ശശിധരൻ കർത്ത, മകൻ ശരണസ് കർത്ത, കമ്പനിയിലെ സാമ്പത്തിക IT വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും ഇഡി ഒരേ സമയം ചോദ്യം ചെയ്യും. വീണയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താൻ ഇവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുവാനും ഇഡി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അറസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. ഡിജിറ്റൽ ലോക്കറുകളുടെ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ളവ തുറന്നു പരിശോധിക്കുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് നോട്ടീസ് നൽകി ഇവരെ വിളിച്ചു വരുത്തുന്നത്. വീണയുടെ നീക്കങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയാണ്. പിണറായി വിജയനും നിയമവിദഗ്ധരുമായിട്ടുള്ള ചർച്ചകളും ഇതിനോടൊപ്പം തുടരുകയാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരെ ഉൾപ്പെടുത്തി വീണയെ രക്ഷിച്ചെടുക്കുക എന്നുള്ള തന്ത്രം നനയുകയാണ് പിണറായി വിജയൻ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CMRLുമായി ബന്ധപ്പെട്ട 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇതിനകം തന്നെ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും കമ്പനി ഉന്നതരുടെയും അക്കൗണ്ടുകളാണ് ഇതിൽ ഭൂരിഭാഗവും. എന്നാൽ ഈ കൂട്ടത്തിൽ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നുവെന്നത് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വലിയ സൂചനയാണ്. ഇതിനു പുറമെ വീണയുടെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരുവിലെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇഡിയുടെ നിരീക്ഷണത്തിലുമാണ്. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. കമ്പനി രേഖകളിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകളെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനൊരു പ്രധാന പങ്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. യാതൊരു IT കൺസൾട്ടൻസി സേവനങ്ങളും നൽകാതെയാണ് CMRL എക്സാലോജിക്കിന് 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകൾ നൽകിയത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ശശിധരൻ കർത്തയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക്കിലേക്ക് വൻതോതിൽ പണം എത്തിയതായിട്ട് ഇഡി കണ്ടെത്തിയിരിക്കുന്നു. കൃത്യമായിട്ട് തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജിക് കമ്പനിക്ക് സ്ഥാപനം 50 ലക്ഷം രൂപ വായ്പയായി നൽകുകയും ചെയ്തിരുന്നു. കോർപ്പറേറ്റ് നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി നടത്തിയ ഈ ഇടപാടുകൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കക്ഷികളെ നേരിട്ട് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങാൻ ഇഡി ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിനിടെ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെയും വീണ വിജയന്റെയും ഒക്കെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള കനത്ത ആക്രമണത്തിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരുടെ കാറുകൾ തകർക്കുകയും ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും CRPF ജവാന്മാരും ഉദ്യോഗസ്ഥരും കടുത്ത സംയമനം പാലിച്ചതിനാലാണ് ക്രമസമാധാന നില പൂർണ്ണമായിട്ടും തകരാതിരുന്നത് എന്ന് കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ അന്വേഷണം അട്ടിമറിക്കുവാനുള്ള രാഷ്ട്രീയ പ്രേരിത ശ്രമമുണ്ടോ എന്നുകൂടി ഇഡി പരിശോധിക്കുകയാണ്. CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ ഡയറിയിലെ പട്ടികയിൽ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉണ്ട് എങ്കിലും അവരിലേക്ക് ഉടൻ തന്നെ ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കില്ല എന്നാണ് ഇഡി നൽകുന്ന സൂചന. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അത് നേരത്തെ തന്നെ തട്ടിപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തട്ടിയെടുത്ത ഈ പണം ഏതൊക്കെ വിദേശ ആഭ്യന്തര വഴികളിലേക്ക് പോയി എന്ന കാര്യത്തിലാണ് ഇഡിയുടെ പ്രാഥമികമായിട്ടുള്ള പരിശോധന. അപ്പോൾ ഈ നിർണായക കേസ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ. അപ്പോൾ മാത്രമായിരിക്കും ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ പൊടിതട്ടിയെടുക്കുക. അതേസമയം കേസിൽ ഇഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയതിനെതിരെ CMRL ഡിവിഷൻ ബെഞ്ച് അപ്പീൽ നൽകിയിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി ഇഡിയുടെ അന്വേഷണ നടപടികൾ എത്രയും വേഗം തടയണമെന്നാണ് അപ്പീലിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വരുന്ന ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. സിംഗിൾ ബെഞ്ചിന്റെ അനുകൂല ഉത്തരവിന് തൊട്ടു പിന്നാലെയായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ വീടുകളിലൊക്കെ ഇഡിയുടെ റെയ്ഡ് നടന്നത് എന്നുള്ളതാണ്
കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് CMRL അപ്പീലിൽ വാദിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന തങ്ങളുടെ പ്രധാന ആവശ്യം കണക്കിലെടുക്കാതെ ED നൽകിയ സമൻസിനെ മാത്രമാണ് തങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്ന സിംഗിൾ ബെഞ്ചിന്റെ വിലയിരുത്തൽ നിയമപരമായി നിലനിൽക്കില്ല എന്നും അപ്പീലിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ PMLA പ്രകാരം രജിസ്റ്റർ ചെയ്ത FIR ആവശ്യമില്ലെന്ന കോടതിയുടെ നിരീക്ഷണവും തെറ്റാണ് എന്ന് കമ്പനി വാദിക്കുകയാണ്. അപ്പോൾ ഹർജി വിധി പറയാനായിട്ട് മാറ്റിവെച്ച ശേഷം പിന്നീട് SFIO നൽകിയ പരാതി അടക്കമുള്ള പുതിയ രേഖകൾ കോടതി കണക്കിലെടുത്തത് ചട്ടവിരുദ്ധമാണ് എന്ന് കൂടി അപ്പീലിൽ പറയുന്നുണ്ട്. അപ്പോൾ ED കോടതിയിൽ സമർപ്പിച്ച അധിക സത്യവാങ്മൂലത്തിലെ വസ്തുതകളെ അക്കമിട്ട് ചോദ്യം ചെയ്യുവാനുള്ള ന്യായമായ അവസരം തങ്ങൾക്ക് നിഷേധിച്ചതായിട്ടും CMRL ആരോപിക്കുകയാണ്. തിങ്കളാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുക്കുന്ന തീരുമാനം ഈ കേസിൽ നിർണായകമാകുമെങ്കിലും അതിനു മുൻപ് തന്നെ വീണയ്ക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് EDയുടെ നീക്കം. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമതും നോട്ടീസ് നൽകി വീണയെയും ശശിധരൻ കർത്തയെയും തിരിച്ചു വിളിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പിണറായി അടക്കം ഇപ്പോൾ നിയമ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുന്നത് പോലും വീണ അറസ്റ്റിലായി കഴിഞ്ഞാൽ എങ്ങനെ ജാമ്യമെടുത്ത് പുറത്തു വരാം എന്നതിനെ കുറിച്ചാണ്.